ജനൌഷധി ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് കരിവള്ളൂർ. മരുന്നുകൾക്ക് 80% വിലക്കുറവ്. കുട്ടികളുടെ പോഷൻ, പ്രോട്ടീൻ പൗഡർ, നാപ്കിൻ, ഡയപ്പർ എല്ലാം വിലക്കുറവിൽ. ജനൌഷധി ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പ് കരിവള്ളൂർ. നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു വീടിനെ പരിചയപ്പെടുത്തുകയാണ് പെയിൻറ്റേഴ്സ്. അതായത് നമ്മുടെ കരിവള്ളൂർ പാലക്കുന്ന് എന്ന് പറയുന്ന പഴയ പാലക്കുന്ന് സ്റ്റോപ്പിൽ പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പറമ്പ് നിറയെ സസ്യങ്ങളും ചെടികളും വാഴയും ചേമ്പും ചേനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പറമ്പിൻ്റെ നടുവിൽ നമുക്കൊരു സൗധം പോലെ ഒരു സാധനം കാണാം. ഓടിട്ട ഒരു വീടാണ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അതായത് വീടും പ്രകൃതിയും ഇത് ചേർന്നിട്ട് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ജീവിക്കാം, പഴയ ഒരു ചിന്തയാണ്. പഴയത് അങ്ങനെയായിരുന്നു. നമുക്ക് പുല്ലുമേഞ്ഞ വീടും മണ്ണിൻ്റെ തറയും ചുമരും ഒക്കെയുള്ള ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തിൽ ജീവിച്ച നമ്മൾ പിന്നീട് എപ്പോഴോ മാറി വീണ്ടും തിരിച്ച് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നത് പോലെ തന്നെയാണ് കൊടക്കാട് നാരായണ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ. ഇവിടെ പൂർണ്ണമായിട്ടും പ്രകൃതിജന്യ മെറ്റീരിയൽസുകൾ കൊണ്ട് മണ്ണും ചളിയും ചിരട്ടയും മുളയും അതുപോലെ അതിനിടയ്ക്ക് അതൊക്കെ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ഇല്ല എന്ന് പറയാം. മാവിൻ്റെ കൊമ്പുകളൊക്കെ വീട്ടിനകത്തേക്ക് തന്നെയാണ്. വീട്ടിനകത്ത് തന്നെ ധാരാളം ചേമ്പുകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ റൂമുകളിൽ കൂടി കയറി ഇറങ്ങി മറ്റേ ഭാഗത്തേക്ക് കടന്നു പോകാം. മഴ വീട്ടിനകത്തും അല്പം പെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ കോറിഡോറിലൊക്കെ പെയ്യുന്നുണ്ട്. മഞ്ഞും മഴയും ഇതെല്ലാം തന്നെ പ്രകൃതിയിലുള്ള എല്ലാ കിളികളുടെ സ്ഥാനങ്ങളും അല്ലെങ്കിൽ അവരുടെ കൂടുകൂട്ടലെല്ലാം പലപ്പോഴും ഈ വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഈ വീട്ടിനകത്ത് കഴിഞ്ഞു കൂടുന്നതിന് വേണ്ടി യാതൊരു മടിയും ഉണ്ടാകില്ല. നമ്മളിപ്പോഴത്തെ ആധുനിക ലോകത്ത് എപ്പോഴും വാതിലടച്ച് അതിനകത്ത് ലൈറ്റും ഇട്ട് ഫാനും ഇട്ട് ജീവിക്കുന്ന ഒരു ലോകത്ത് ഫാനും ലൈറ്റും ഒന്നും വേണ്ടാതെ തന്നെ എത്ര സമയം വേണമെങ്കിലും നമുക്കതിനകത്ത് ഇവിടെ കിടന്നുറങ്ങാം, ഇവിടെ ഇരിക്കാം, വായിക്കാം, ചർച്ച ചെയ്യാം, സെമിനാറുകൾ ചെറിയ അങ്ങനെ നടത്താം. അതിനുള്ള സ്പേസ് ഇവിടെയുണ്ട്. എന്നാലും നമ്മൾ ചോദിക്കും വലിയ ചിലവല്ലേ? വലിയ ചിലവൊന്നുമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റിൽ വളരെ ചെറിയ ഒരു 30 ലക്ഷം രൂപയുടെ ഒരു ചിലവ് മാത്രമേ ഈ വീടുണ്ടാക്കാൻ വേണ്ടി വന്നുള്ളൂ. കാരണം അതിലൊക്കെ ഈ പ്രകൃതിജന്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കുറി ഇവിടെ വന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ വീട് കാണുന്നത് നല്ലതായിരിക്കും. കരിവള്ളൂരിൽ നിന്നിങ്ങോട്ട് വന്നാൽ മതി. ഇത്തരത്തിലുള്ള ചിന്ത നമുക്കുണ്ടാകുന്നത് ഭാവിയിലെങ്കിലും നമ്മുടെ പഴയ ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് പറ്റുന്നില്ലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ആയില്ല, ചെറിയൊരു പരസ്യമുണ്ടേ. PKV സ്റ്റോഴ്സ് കരിവള്ളൂർ. വസ്ത്രങ്ങളുടെ ഓണശേഖരം. 10 മുതൽ 30% വരെ വിലക്കുറവ്. ഒരു പരമ്പരാഗത ജനകീയ വസ്ത്രശാല. PKV സ്റ്റോഴ്സ് കരിവള്ളൂർ.
വീടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുന്നത് ഒരു ആവാസ വ്യവസ്ഥ എന്ന് തന്നെ വേണം പറയാൻ വേണ്ടി. ഇവിടെ പക്ഷികൾക്ക് ഏത് സമയത്തും പോകാം, അതുപോലെ തന്നെ മറ്റ് ജീവികൾക്ക്, ഇവർക്ക് എല്ലാവർക്കും കൂടി ജീവിക്കുവാനുള്ള ഒരു പരിസരമാണ് ഈ വീടിൻ്റെ പുറത്തും അകത്തുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അകംപുറം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും ഇല്ല. ആ വീടിൻ്റെ അകവും പുറവും ഒരുപോലെ തന്നെയാണ്. വീടിൻ്റെ അകത്ത് നമുക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമുള്ള പോലെ തന്നെ നമുക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കുവാനും അതുപോലെ തന്നെ പ്രകൃതിയോട് ഒട്ടിച്ചേർന്നുകൊണ്ട് ജീവിക്കുവാനും എല്ലാം ഒരു സാഹചര്യം ഒരു സ്വാഭാവികമായ രീതിയിൽ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള ചെടികൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചെടികളിലൊന്നും തന്നെ വില കൊടുത്ത് വാങ്ങിയ ചെടികളല്ല. നമ്മുടെ താളും ചേമ്പും തുടങ്ങിയിട്ടുള്ള എല്ലാ ചെടികളും ഇവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ ഭംഗിയോടുകൂടി നമുക്ക് വളർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യമായ പച്ചക്കറികൾ അതെല്ലാം പൂന്തോട്ടം എന്ന സങ്കല്പം മാറിയിട്ട് വീട്ടുമുറ്റത്ത് തന്നെ പച്ചക്കറിയും വാഴയും പിന്നെ വെണ്ടയും വഴുതനയും എല്ലാം വീട്ടുമുറ്റത്ത് തന്നെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരേ സമയം വീട്ടുമുറ്റത്തെ ഒരു ആകർഷകത്വം, പൂന്തോട്ടത്തിൻ്റെ ഒരു ആകർഷകത്വം അതിലൂടെ കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചിലവിൻ്റെ കാര്യമാണ്. 35-40 ലക്ഷത്തിന് ഇടയിലുള്ള ചിലവ് മാത്രമേ ആകെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്ന മരത്തിൻ്റെ ഉപയോഗം തീരെയില്ല, കോൺക്രീറ്റ് വർക്കില്ല, എല്ലാം പിന്നെ മണ്ണിലും സ്റ്റീലും അതുപോലെ തന്നെ ഓരോ ചുമരുകളും ഓരോ തരത്തിലാണ്. ഒരു ചുമര് ചിരട്ടയാണ്, മറ്റേ സമയത്ത് ജില്ലിയാണ്, വേറൊന്ന് മുളയാണ്. പിന്നെ അതുപോലെ എല്ലാം തുറന്ന അടുക്കളയെല്ലാം ഫുൾ തുറന്നിട്ടാണ്. അപ്പോൾ ഒരാൾക്ക് ഏത് സമയത്ത് എപ്പോഴും എവിടെയും വരാൻ വേണ്ടി ബെഡ്റൂമിൽ ഈ ആർക്കിടെക്ട്സിൻ്റെ സംസ്ഥാനതല മത്സരത്തിൽ ഈ വർഷത്തെ ഗോൾഡൻ മെഡൽ കിട്ടിയ ഒരു വീട് കൂടിയാണിത്.